നമസ്കാരം. അതെ, കനത്ത പരാജയമാണ്. ഇടതുപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 അതേ മാതൃക ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. 2019 ആലപ്പുഴ എന്ന ഒറ്റ സീറ്റ് കൊണ്ട് കനൽ ഒരു തരിയായെങ്കിൽ 2024 എത്തുമ്പോൾ അത് ആലപ്പുഴയിൽ നിന്ന് കെട്ട് നേരെ ആലത്തൂരിലേക്ക് ഒരു തരിയായി ഒതുങ്ങുകയാണ്. ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇടതുപക്ഷം ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിക്കൊണ്ടാണ് മത്സര രംഗത്തേക്ക് കടന്നു ചെന്നത്. വലിയ വിജയപ്രതീക്ഷയായിരുന്നു. ഇതിനേക്കാൾ മികച്ച നേതാക്കന്മാരെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനില്ല. പക്ഷേ തിരിച്ചടി നേരിട്ടു. ആ തിരിച്ചടി ഒരു തിരിച്ചറിവാകണം. അതായത് ആ പരാജയം ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പത്തെ പോലെയല്ല, കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ നടത്തിയേ മതിയാകുള്ളൂ. ഇത് പറയാൻ പുറത്തുനിന്ന് വലിയ ആധികാരികമായിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ പോലും നേതാക്കന്മാർ നടത്തേണ്ട ചില തിരിച്ചറിവുകളുണ്ട്. കാലഘട്ടത്തിനനുസരിച്ച് ശൈലികൾ കൂടി മാറ്റപ്പെടേണ്ടതുണ്ട്. കാര്യം അധികാരത്തിൽ ഇരിക്കുന്ന ഒരു സർക്കാരാണ്. തുടർച്ചയായി 8 വർഷം ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആന്റി ഇൻകംബൻസി അഥവാ ജനരോഷം അത് ആളിപ്പടർന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തെങ്കിൽ പോലും അത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്ന ചോദ്യം കൂടുതൽ പ്രസക്തമാകുകയാണ്. 6 മാസത്തെ പെൻഷൻ മുടങ്ങി. ആ പെൻഷൻ മുടങ്ങിയ കാരണം എന്തെന്ന് കേന്ദ്ര സർക്കാർ നമുക്ക് തരേണ്ട വിഹിതം, ആ വിഹിതം എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത ഒരു അവസ്ഥയുണ്ട്. ഈ പെൻഷൻ എന്തുകൊണ്ട് മുടങ്ങുന്നു, പെൻഷൻ എങ്ങനെ കൊടുത്തിരുന്നു എന്നതിനെ സംബന്ധിച്ചൊന്നും അറിയില്ല. അവർ അതിന്റെ ഗുണഭോക്താവായിരുന്നു. അത് മുടങ്ങുന്ന സന്ദർഭത്തിൽ അതിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇവിടത്തെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ തോതിലുള്ള പ്രചരണം നടത്തി. അതൊക്കെ ജനം വിശ്വസിച്ചു. കാര്യം അവർ ആ കിട്ടുന്ന പൈസയിൽ യൂസ്ഡ് ആയപ്പോൾ അത് അവരുടെ അവകാശമായി മാറുകയാണ്. മുൻപത്തെ കാലത്ത് അത് കിട്ടിയില്ലായിരുന്നു പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഒരിക്കലും പഴയ കാലങ്ങളെ കുറിച്ച് ചിന്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകില്ല. കാര്യം അതാണ് അവരുടെ ഒരു സിസ്റ്റമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇടതുപക്ഷം കൊണ്ടുവന്ന ഒരു സംവിധാനം അത് വളരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇതൊക്കെ നടക്കാതെ വരുമ്പോഴും സർക്കാർ ജീവനക്കാർ നൽകേണ്ട DA കുടിശ്ശികകൾ അത് മുടങ്ങുന്ന സന്ദർഭങ്ങളിൽ അങ്ങനെ പല പല കാര്യങ്ങളിൽ അധികാരത്തിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടായ വീഴ്ചകൾ അതെല്ലാം പർവ്വതീകരിക്കപ്പെടുകയും പോരാത്തതിന് ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ ഓൺലൈനുകളും വളരെ സംഘടിതമായി അവർ കൃത്യമായ അജണ്ട സൃഷ്ടിച്ച് അതിലൂടെ വ്യാജ വാർത്തകൾ ഇങ്ങനെ പുറത്തേക്ക് പ്രചരിപ്പിക്കുമ്പോൾ ഈ സംഘടനയ്ക്കകത്ത് നിൽക്കുന്ന പല നേതാക്കന്മാരും അതിനൊത്ത് സഞ്ചരിക്കുന്നവർ എന്നുള്ളതാണ് ഏറെ ഖേദകരമായിട്ടുള്ള കാര്യം. ഒരുപാട് പേരുണ്ട് അല്ലാത്തവർ. പക്ഷെ പല നേതാക്കന്മാരുടെ അടുത്ത് സംസാരിക്കുമ്പോഴും മനോരമ സൃഷ്ടിക്കുന്നതോ മാതൃഭൂമി സൃഷ്ടിക്കുന്നതോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ സൃഷ്ടിക്കുന്ന പല കഥകളും അവർ സത്യമാണെന്ന് വിശ്വസിക്കുന്നവരായി പോയി എന്നുള്ളത് പലപ്പോഴും സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാര്യം പല സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ എന്താണ് അതിന്റെ ശരിയായിട്ടുള്ള വശമെന്ന് നേതാക്കന്മാർക്ക് പോലും തിരിച്ചറിവില്ല. അതുകൊണ്ട് അവരോട് സംസാരിക്കുന്ന പലർക്കും ഈ വിഷയം ശരിയാണെന്ന് തോന്നുന്ന രീതിയിലുള്ള നിശബ്ദതയോ മൗനമോ അല്ലെങ്കിൽ അതിനെ സമ്മതിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ടെന്ന് പലപ്പോഴും കാണാനിടയായിട്ടുണ്ട്. അതുപോലെ തന്നെ നേതാക്കന്മാരുടെ ശൈലി, പ്രത്യേകിച്ച് പ്രാദേശിക തലത്തിലോട്ടൊക്കെ എത്തുമ്പോൾ ഇന്നും നേതാക്കന്മാർ ജനങ്ങളുടെ അടുത്തല്ല. ഇപ്പോഴും അവർ ഈ ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെ കൊണ്ടു നടക്കുകയാണ്. അതായത് ജനങ്ങളോട് സൗഹാർദ്ദപരമായി ഇടപെടുക, ജനങ്ങളോട് കൂടുതൽ അടുത്ത് നിൽക്കുക, അവരുടെ കാര്യങ്ങൾ കേൾക്കാനുള്ള ക്ഷമ കാണിക്കുക, ഇതിലൊക്കെ ഇപ്പോഴും കാലഘട്ടത്തിനനുസരിച്ച് മാറാനുള്ള മനോഭാവം ചില നേതാക്കന്മാർക്ക് ഉണ്ടോ എന്നുള്ള സംശയം പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാര്യം ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ എത്രത്തോളം നമുക്ക് ഓടിച്ചെല്ലാൻ പറ്റും, കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റും, അതിന് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വ്യക്തിയാണോ എന്നുള്ളതാണ് പൊതുവെ ആൾക്കാർ ശ്രദ്ധിക്കാറുള്ളത്. അത്തരം ഫ്ലെക്സിബിലിറ്റി നേതാക്കന്മാർക്ക് വരേണ്ടത് അത്യാവശ്യമാണ്. ഗൗരവതരമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളിലും ഒരേ ഗൗരവം മാത്രം പുലർത്തുകയും ആൾക്കാരോട് കുറച്ച് സൗമനസ്യമായി ഇടപെടുന്നതിൽ ഇടതുപക്ഷ നേതാക്കന്മാർക്ക് വലിയ തോതിൽ വീഴ്ച പറ്റുന്നുണ്ടെന്ന് പലയിടങ്ങളിൽ നിന്ന് പരാതിയായി കേട്ടിട്ടുണ്ട്. അതൊക്കെ മാറ്റേണ്ട സന്ദർഭമാണ്. അധികാരത്തിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള പ്രതീക്ഷകൾ ജനങ്ങൾക്ക് കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അതിനെതിരെ സംഘടിതമായ പ്രചരണങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രാദേശിക തലത്തിൽ ചിലർ ആശയം കൊണ്ടും ചിലർ ആമാശയം കൊണ്ടും ഈ സംവിധാനത്തിൽ നിലനിൽക്കുന്നവരുണ്ട്. അതിൽ ഈ ആമാശയക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ടോ എന്നുള്ള സംശയം വളരെ ശക്തമാകുന്ന ഒരു സന്ദർഭമാണ്. കാര്യം അവർക്ക് ആമാശയത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റും അതിനുവേണ്ടി നിലകൊണ്ടു പോകുന്നതിനൊപ്പം തന്നെ പുറത്തിറങ്ങി ഈ സംവിധാനത്തെ മോശമാക്കാൻ വേണ്ടി എന്താണോ ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നത് അതിനെ അതേപടി അവർ കൂടി സമ്മതിക്കുകയാണ്, അവർ കൂടി ചർച്ച ചെയ്യുകയാണ്. അതിന്റെ വസ്തുത അന്വേഷിക്കാതെയോ അതിന്റെ ശരിയായിട്ടുള്ള വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനോ ശ്രമിക്കാതെ
ആൾക്കൂട്ടത്തിനൊപ്പം നിന്ന് ആ പറയുന്ന കാര്യങ്ങളെയൊക്കെ സമ്മതിച്ചു കൊടുത്ത് അവർ അതിന്റെ ഭാഗമായി ചേരുമ്പോൾ മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റുന്നുണ്ട്. കണ്ടോ, അതാണ് യഥാർത്ഥ ഇടതുപക്ഷക്കാരൻ. അവൻ സമ്മതിക്കുന്നത് കണ്ടോ. മറ്റത് ഇവർ പറയുന്ന കാര്യങ്ങളെ എതിർത്ത് കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു പേരുണ്ട്, അടിമ. അവൻ കണ്ണടഞ്ഞ അടിമയാണ്. കാര്യം ശരി പറഞ്ഞു കഴിഞ്ഞാൽ അടിമയാക്കി ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥ. മറ്റുള്ളതാണെങ്കിൽ നല്ല ഇടതുപക്ഷ നേതാവാണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് കിട്ടാൻ വേണ്ടി ചില നേതാക്കന്മാർ ആ രീതിയിലൊക്കെ അധപ്പതിച്ചിട്ടുണ്ട്. അതൊക്കെ വലിയ തോതിൽ തിരിച്ചടിയായിട്ടുണ്ട്. CPM പോലെയുള്ള ഒരു കേഡർ പാർട്ടി, അതിനകത്തും വ്യക്തികളാണുള്ളത്. ഒരു കേഡർ സംവിധാനം ഒരു സിസ്റ്റത്തിൽ ഉണ്ടെങ്കിലും അതിനകത്തുള്ള നേതാക്കന്മാർ അവരെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നവീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അവർ ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ നിന്നൊക്കെ വളർന്നു വന്നവരാണെങ്കിൽ പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പാർട്ടി ആശയങ്ങൾക്കൊപ്പം തന്നെ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ഒരു വാർത്ത അവർ വിശ്വസിക്കുന്ന ഏതെങ്കിലും മാധ്യമത്തിൽ വന്നു കഴിഞ്ഞാൽ അത് വസ്തുതയാണെന്ന് കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് അത് നാട്ടുകാർ സംസാരിക്കുമ്പോൾ അതിനോട് മൗനം അവലംബിച്ചുകൊണ്ട് ശരിയായി പോട്ടെ, അല്ലെങ്കിൽ ഈ പാർട്ടിക്കകത്തുള്ള ചില വിഭാഗീയതയും അല്ലെങ്കിൽ ചില നേതാക്കന്മാരോടുള്ള ഈ അസംതൃപ്തിയൊക്കെ ഏതെങ്കിലുമൊക്കെ നേതാക്കന്മാർ വേട്ടയാടുന്നുണ്ടെങ്കിൽ അത് കണ്ട് അഭിരമിക്കുന്ന ചില നേതാക്കന്മാരുടെ കൂട്ടവും ഇതിനകത്ത് വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇതൊക്കെ മാറ്റേണ്ട സന്ദർഭമാണ്. കാലത്തിനനുസരിച്ച് പൊളിച്ചെഴുത്തുകൾ ഉണ്ടായില്ലെങ്കിൽ വളർച്ച കീഴേക്ക് പോകാനാണ് സാഹചര്യം ഒരുങ്ങുന്നത്. 2019 ആവർത്തിച്ചത് 2021 തിരുത്തിയെങ്കിൽ 2024 ഉണ്ടായ സംഭവം അത്ര ലഘൂകരിച്ച് കാണാൻ പറ്റില്ല. കാര്യം 8 വർഷം അധികാരത്തിൽ ഇരുന്നതിന് ശേഷം 2019 ആവർത്തിച്ചത് 2021 പോലെ വീണ്ടും ആവർത്തിക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കാം എന്നതിനപ്പുറം ഈ ഒരു തിരിച്ചടിയൊക്കെ കോൺഗ്രസിന് ദേശീയ തലത്തിൽ പോലും വലിയ ഉണർവുണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ 2025 തെരഞ്ഞെടുപ്പ് നേരിടാൻ സാഹചര്യം ഒരുങ്ങുമ്പോൾ വലിയ തിരിച്ചടിക്ക് അവസരമുണ്ടാകുള്ളൂ. അതുകൊണ്ട് ഈ ഒരു തിരിച്ചടി അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. ഇത്രയും വലിയൊരു തോൽവി ഉണ്ടായത് എന്തുകൊണ്ടാണെന്നും ജനങ്ങൾക്കിടയിലേക്ക് എങ്ങനെ കൂടുതൽ അടുത്തിടപഴകാമെന്നും നേതാക്കന്മാർ ജനങ്ങളോട് ഏത് രീതിയിലൊക്കെ പെരുമാറണമെന്നതിനെ സംബന്ധിച്ചൊക്കെ ഒരു പുനരാലോചന നടത്തണം. കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രതികരണ ശേഷിയുള്ള ഒരു സമൂഹമാണ്. അവിടെ ഈ രാഷ്ട്രീയം കളിക്കുമ്പോൾ നേതാക്കന്മാർ പഴയ കാലഘട്ടത്തിലെ തലക്കനം വെച്ചുകൊണ്ടൊക്കെ അവരെ അഭിസംബോധന ചെയ്യാൻ നിന്നാൽ അവർ പോയി പണി നോക്ക് എന്ന സമീപനത്തിലൂടെ കടന്നു പോകുന്നതിനപ്പുറം അവിടെ മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് പുതിയ കാലഘട്ടത്തിലെ യുവത്വങ്ങളെയൊക്കെ ഇതിലേക്ക് ആകർഷിക്കണമെങ്കിൽ SFI എന്ന സംഘടനയിലൊക്കെ ഈ കലാലയങ്ങളിൽ പഠിക്കുന്നതിനപ്പുറം ആ കലാലയ കാലഘട്ടം കഴിയുമ്പോൾ അവർ കൊഴിഞ്ഞു പോകും. ഈ സംവിധാനത്തിലേക്ക് ആകർഷിക്കപ്പെടാത്ത ഒരു വലിയ തിരിച്ചടിയുടെ കാലഘട്ടമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനും യുവതലമുറയൊക്കെ ഇതിലേക്ക് ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്കിടയിൽ നിൽക്കേണ്ടതുണ്ട്. എങ്ങനെ? ഒരു സാധാരണക്കാരെ കേൾക്കുന്ന, സാധാരണക്കാർക്കായി നിലകൊള്ളുന്ന, സാധാരണക്കാർക്ക് വേണ്ടി എന്ത് പ്രയത്നവും സഹിക്കുന്ന ഒരു നേതാവായി മാറിയെങ്കിൽ മാത്രമേ അത്തരം മാറ്റങ്ങൾക്കൊക്കെ ഇനി അവസരമൊരുങ്ങുള്ളൂ. അതുകൊണ്ട് ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ വേണം മാറ്റങ്ങൾ ആലോചിക്കാൻ. ആ രീതിയിൽ വേണം ഇനി സംഘടനാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ വരും കാലങ്ങളിൽ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിരുന്നാലും ശരി അവർക്കെല്ലാം വലിയ തിരിച്ചടി ഉണ്ടാകും. ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം ഈ നേട്ടമുണ്ടായത് അവരുടെ സംഘടനാ സംവിധാനം കൊണ്ടൊന്നുമല്ല. ദേശീയ തലത്തിൽ ഒരു പൊതു സമീപനം ഈ നാട്ടിലുണ്ട്. പക്ഷേ ആ സമീപനത്തെ മുൻനിർത്തിക്കൊണ്ട് വീണ്ടും കൂടിയാലോചനകൾ നടത്തിയാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു രീതിയിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അതായത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് അധികാരത്തിന്റെ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന നേതാക്കന്മാരെക്കാൾ അപ്പുറം അവർക്ക് ഏത് സന്ദർഭങ്ങളിലും ഓടിയെത്താൻ പറ്റുന്ന, അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരോടൊപ്പം സംസാരിക്കുന്ന, കൂടുതൽ സൗഹാർദ്ദപരമായി ഇടപെടുന്ന നേതാക്കന്മാരെയാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോ അങ്ങനെയുള്ള രീതികളിലേക്ക് കാര്യങ്ങൾ മാറ്റി പൊളിച്ചെഴുതേണ്ടതുണ്ട് എന്നുള്ളത് ഒരു വിനയപൂർവ്വമുള്ള അഭ്യർത്ഥനയാണ്. അതിനുവേണ്ടി തയ്യാറാകുകയാണ് സംവിധാനങ്ങൾ ഇനി ചെയ്യേണ്ടത്. അത്തരം കാര്യങ്ങളിലേക്ക് മാറിയില്ലെങ്കിൽ ഏതൊരു സംഘടനയ്ക്കും കാലഘട്ടത്തിനനുസരിച്ചുള്ള നവീകരണം ഇല്ലെങ്കിൽ നിലനിൽപ്പില്ല എന്നുള്ള വസ്തുത ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ നേതാക്കന്മാർ കൂടി മനസ്സിലാക്കണമെന്ന അഭ്യർത്ഥന മാത്രം ഈ സന്ദർഭത്തിൽ മുന്നോട്ട് വയ്ക്കുന്നു.